ഏറ്റവും കൂടുതൽ വിദേശികളെ കൊണ്ടുവരുവാൻ സാധ്യത ഉള്ള ഒരു ടൂറിസമാണ് കുട്ടനാടൻ ഹൗസ് ബോട്ട് ടൂറിസം. പക്ഷേ അവിടെ വേണ്ടുന്ന രീതിയിൽ വരുന്നവർക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ കിട്ടുന്നില്ല. അത് നമ്മുടെ നാടിൻ്റെ വലിയൊരു ശാപമാണ്. Let's preserve the pristine beauty of Andhra for generations to come. After all, the hands that don't glitter are the hands of God. Notification from Andhra Municipality. Thank you for being responsible travelers and have a wonderful journey. ഹൗസ് ബോട്ടിലെ ജീവനക്കാർ അവരിൽ നിന്ന് ഒരു നല്ല രീതിയിലുള്ള പെരുമാറ്റം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരിടെ വരുന്നവർ പിന്നെ വരുവാൻ മടി കാണിക്കും. അത് ഈ ഒരാളിൻ്റെ മാത്രം ഇടപെടൽ കാരണം എത്രയോ ഹൗസ് ബോട്ടുകാർക്കാണ് ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു യാത്രയുടെ അനുഭവത്തിലാണ് ഞാൻ ഈ കാര്യം പൊതുജനമധ്യേ അറിയിക്കുന്നത്. നമ്മൾ ബുക്കിംഗ് പിടിക്കുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരാളോട് പറയും. ആ ആൾ ആ ബുക്കിംഗ് ഏറ്റിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും സംതിങ് കാണും. അദ്ദേഹം ആ ബോട്ട് പറയുന്ന ബോട്ട് നമുക്ക് തരത്തില്ല, വേറൊരു ബോട്ട് തരും. ഇപ്പോൾ കൂടുതലും അവിടെ ഈ ബംഗാളികളാണ്, അല്ലെ ബീഹാറികളോ അല്ലെ ജാർഖണ്ഡുകാരോ ആരൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് നമുക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്നത്. അവർ വളരെ മോശമായ രീതിയിൽ അവരുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. പേപ്പർ പ്ലേറ്റിൽ തരിക, പഴയ പ്ലാസ്റ്റിക് ജാറിൽ വെള്ളം തരിക. ഇങ്ങനെയൊക്കെയാണോ ഒരു ടൂറിസ്റ്റിനോട് ഇടപെടേണ്ടത്? ഇതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. വിദേശ രാജ്യത്തു നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ആ സ്രാങ്കിനോട് പറഞ്ഞ് ആ വളയമൊന്ന് തിരിക്കുക, അല്പനേരം അവരോടുകൂടി ഒന്ന് എൻജോയ് ചെയ്തിരിക്കുക, അതൊക്കെ അവരുടെ ആഗ്രഹമാണ്. അതിൻ്റെ ഒരു വീഡിയോ പിടിക്കുക, ഒരു ഫോട്ടോ എടുക്കുക. അപ്പോൾ ഇവർ സഹകരിക്കാത്ത ആൾക്കാരുണ്ട്. ഞങ്ങൾ ആ പോയ ബോട്ടയിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തൊട്ട് ആ ഇറങ്ങുന്നിടം വരെ ഈ സ്രാങ്കുമായിട്ട് വിഷയമായിരുന്നു. 11:30 എടുക്കുമെന്ന് പറഞ്ഞ ബോട്ട് എടുത്തത് 12-ന്, ഒതുക്കിയത് 1:30. ഈ 1:30 ഒതുക്കിയ ബോട്ട് ഇദ്ദേഹം കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. 3 മണിക്കാണ് ഞങ്ങൾ വിളിച്ച് ഉണർത്തിയിട്ടാണ് ഇയാൾ എഴുന്നേറ്റത്. അവിടെ നിന്ന് അടുത്ത് 5 മണിക്ക് ഞങ്ങളെ ഇറക്കി വിട്ടു. മൊത്തത്തിൽ എത്ര മണിക്കൂർ സർവീസ് ചെയ്തു? 3.5 മണിക്കൂറാണ് ആ ബോട്ട് ഓടിയത്. 3.5 മണിക്കൂർ ഓടുന്ന ബോട്ടിന് എന്ത് ഇന്ധന ചെലവ് വരും? ശരിക്കും പിടിച്ചുപറിയല്ലേ ഇത്? ഈ ആ കാണിച്ചത് വെറും പിടിച്ചുപറിയല്ലേ ഇദ്ദേഹം? ബോട്ടിൻ്റെ ബുക്കിങ് ആളിൻ്റെ ഒക്കെ പറയുമ്പോൾ അവർ വേറെ കാര്യങ്ങളും, അതങ്ങനെയാണ്, അത് പറ്റിപ്പോയി, ക്ഷമിക്കണം, ഇതൊക്കെയാണോ മര്യാദ? ഞങ്ങളെപ്പോലുള്ളവരൊക്കെ എന്തുമാത്രം കുട്ടനാട് ടൂറിസത്തെ പറ്റി പറഞ്ഞ് എവിടെ നിന്നെല്ലാം ആൾക്കാരെയാണ് ഈ കുട്ടനാട്ടിൽ കൊണ്ടുവരുന്നതെന്നറിയാം. അപ്പം നിങ്ങൾ സഹകരിക്കണം, നശിപ്പിക്കരുത്. ഇത് വലിയൊരു വിഷയമാണ് കേട്ടോ. നമ്മൾ വന്ന് അടുക്കുമ്പോൾ ഈ പട്ടികളെല്ലാം കൂടെ ഓടി വരുന്നത്, ഇതൊക്കെ ഏത് രീതിയിലുള്ളതാണെന്ന് യാതൊരു പിടുത്തവുമില്ല. ഇതിനെ എന്തെങ്കിലും ഒരു നിയന്ത്രണം ചെയ്തേ പറ്റത്തുള്ളൂ.
ഇതിന് പാർക്കിങ് 100 രൂപയാണ് ഇവിടെ. ആയിരിക്കും, എനിക്കറിയാം. അവനോട് ചോദിച്ചു, അവൾക്ക് 50 രൂപ പാർക്കിങ് അവിടെ ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്ന. ഞാൻ ആ കൊണ്ടുവന്ന ആൾക്കാർ പറഞ്ഞത് ഇതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിൽ വരാത്തത്. വന്നാൽ തന്നെ വീട്ടിൽ വന്ന് മാതാപിതാക്കളെ കണ്ട് മടങ്ങിപ്പോവും. ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോൾ സഹോദരന്മാരെ, നിങ്ങൾ വരുന്നവരോട് സഹകരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ടൂറിസം വളരത്തുള്ളൂ. അതിൽ കൂടെ 10 പേർക്ക് പൈസ ഉണ്ടാകത്തുള്ളൂ, 10 കുടുംബങ്ങൾ കഴിഞ്ഞു പോകത്തുള്ളൂ. ഈ ഒരു ചിന്താഗതി നിങ്ങൾക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ കുട്ടനാട്ടിൽ ആ ഒരു മേഖലയും കൂടെ ആൾക്കാർ വരാതെ പോയി കഴിഞ്ഞാൽ വെള്ളപ്പൊക്കവും കെടുതിയുമായിട്ട് നട്ടോടെ പിരിയുന്ന ഈ കുട്ടനാട്ടുകാർ, നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ അവസ്ഥ. അതുപോലെ തന്നെ ബോട്ടുകളുടെ എണ്ണം കൂടിയപ്പോൾ കൊണ്ടുപോയി തോന്നുന്ന രീതിയിൽ ഈ വള്ളം അടുപ്പിക്കുക. അവിടെ വരാനാണ് ഒരു ലൊക്കേഷൻ ഉണ്ടെന്ന്. അവിടെ വന്നു കഴിഞ്ഞാൽ കാറിൻ്റെ അടി ഇടിക്കുക. അതുപോലെയാണ് കല്ലുകളെല്ലാം പാകിയിട്ടിരിക്കുന്നത്. ഇത് അന്നത്തെ ഒരു ടൂറ് വന്നിട്ട് പോകേണ്ട കാറല്ല. കാറ് പിന്നെയും അവർക്ക് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അവരുടെ ആ സേഫ്റ്റിയോടെ നിങ്ങൾ നോക്കണം. ഇതൊക്കെ നിങ്ങൾ കണ്ടു നോക്ക്.